ഹലോ ഗൈസ്, സംസാരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കറിപ്പോട്ടിലോട്ടാണ് കേട്ടോ. കറിപ്പോട്ട് എന്ന് പറയുമ്പം ഇവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഇവിടെ എൻ്റെ റൂംമേറ്റ് അല്ല, നമ്മുടെ ഫ്ലാറ്റ്മേറ്റ് ആയിട്ടുള്ള അതുനി ചേച്ചിയുടെ ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. ഇവിടുത്തെ ലിഫ്റ്റ് വർക്കല്ല ഗൈസ്, സോ നമുക്ക് നടന്നു പോകാം. ഇവിടെ മഴയാണ് ഗൈസ്, വെള്ളം ഞങ്ങളെ കൊണ്ടുപോകണം. ഹായ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളങ്ങനെ കറിപ്പോട്ട് എത്തി ഗൈസ്. ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് മുന്നേ പരിചയമുണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ചെന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് നമ്മളെല്ലാവരും കൂടി ഇവിടെ പോയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മൾ മാറി ഇത് അവർക്ക് കൊടുക്കാനുള്ള ബൊക്കെയാണ് കേട്ടോ. നമ്മൾ പിടിച്ച് മാറി ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാനും അനുചേച്ചിയും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ചായ വാങ്ങിച്ചു ഗൈസ്. അവർ വരുന്നതിന് മുന്നോടിയായി നമ്മൾ ചായ കുടിച്ചു. അപ്പോഴേക്കും അതിന് ചേച്ചിയും ജെയിംസ് ഏട്ടനും വന്നു കേട്ടോ. ജെയിംസ് ഏട്ടൻ റിയാദിൽ വന്നിട്ടുള്ള അവരുടെ ആദ്യത്തെ ആനിവേഴ്സറി ആണ് കേട്ടോ ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്കും നല്ലോണം സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ ഈ കേക്കോ ഈ ഒരു ബൊക്കെയോ ഒന്നും അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം മധുനി ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന ബാക്കിയുള്ളവരാണ് കേട്ടോ ആ കൂടെ ഇരിക്കുന്നത്. അപ്പം അവരും നമ്മളും ചേർന്നൊരു കുടുംബമായിട്ടാണ് നമ്മൾ ശരിക്കും ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നത് ഗൈസ്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ഞാൻ വാങ്ങിയത് കിഴി പൊറോട്ടയാണ് കേട്ടോ. കാരണം കപ്പ ബിരിയാണി ഇല്ലായിരുന്നു ഗൈസ്. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്, പക്ഷേ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് ഓർഡർ ചെയ്തത് മിൻറ്റ് ലൈമാണ് കേട്ടോ. അത് മിൻറ്റ് ലൈം തന്നെയാണ്, പാവയ്ക്ക ജ്യൂസ് പോലെ ഇരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ് പുറത്ത്. എല്ലാവരും വിറച്ച് നിൽക്കുകയാണ്. പക്ഷേ അതുനി ചേച്ചിയും ജെയിംസ് ഏട്ടനും ഇപ്പം അവരുടെ വീട്ടിൽ പോകും. നമ്മുടെ കൂടെ ഇടുന്ന അതുനി ചേച്ചി ഇപ്പോൾ ജെയിംസ് ഏട്ടൻ്റെ കൂടെയാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന എല്ലാവരോടും ബൈ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നല്ല മഴയായിരുന്നു വരുന്ന വഴിക്ക്. നിങ്ങൾ കണ്ടോ, സൗദിയിലൊക്കെ മഴ ഒരു അരമണിക്കൂർ പെയ്താൽ ഇത്രയും വെള്ളമാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.